കൃപാസനം പത്രം ഏപ്രിൽ 2026 പാർട്ട് 7. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ബാലരാമപുരത്ത് നിന്നുള്ള ആശയുടെ സാക്ഷ്യം. DVT വന്ന് എന്റെ കാലിന് ഒരു ആനയുടെ കാലിന്റെ വലിപ്പമുണ്ടായിരുന്നു. ഉടമ്പടിയിൽ സംഭവിച്ച അത്ഭുത ദൈവിക ഇടപെടലുകൾ. എന്റെ ഇടതുകാൽ ഇടുപ്പ് വരെ ബ്ലഡ് ക്ലോട്ടായി ഞാൻ കിടപ്പിലായി. ഞാൻ 20 വർഷമായി ഒരു ക്യാൻസർ പേഷ്യന്റും കൂടിയാണ്. എന്റെ കാലിന് ഒരു ആനയുടെ കാലിന്റെ വലിപ്പമുണ്ടായിരുന്നു. അത് പൊട്ടാറായതുപോലെയായി. ആ സമയം ഉടമ്പടി എടുത്തിരുന്ന എന്റെ അടുത്ത വീട്ടിലെ ചേച്ചി എനിക്ക് വെഞ്ചരിച്ച ഉപ്പും ഉടമ്പടി തൈലവും തന്നു. അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലും ഞാനത് പ്രാർത്ഥനാപൂർവ്വം ഉപയോഗിച്ചു. അതിനുശേഷം ഹോസ്പിറ്റലിൽ എത്തി ടെസ്റ്റ് ചെയ്തപ്പോഴാണ് DVT ആണെന്നറിഞ്ഞത്. ഡി ഡൈമർ എന്ന ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് റിസൾട്ട് വളരെ ഉയർന്നതായിരുന്നുവെങ്കിലും എനിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായില്ല. ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഫലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. പിന്നെ എനിക്ക് ജനനേന്ദ്രിയത്തിനടുത്ത് ഒരു പാലുണ്ണി പോലെ വന്നു. പിന്നെ അതൊരു തേനീച്ചക്കൂട് പോലെ വ്യാപിച്ചു. അതിന്റെ കൂടെ കടുത്ത ബ്ലീഡിങ്ങും ഉണ്ടായി. എന്നെ ചികിത്സിക്കാൻ ലോൺ എടുത്തതിന്റെ പേരിൽ 62 ലക്ഷം രൂപ കടമായി. ഞങ്ങൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി സൗഖ്യം ലഭിച്ചു. കടങ്ങളും തീർക്കാൻ സാധിച്ചു. എറണാകുളം പുതുവൈപ്പിൽ നിന്നുള്ള ജോബിന്റെ സാക്ഷ്യം. ജീവിതത്തിലെ കഠിന പരീക്ഷണം ജോസഫ് അച്ഛന്റെ സന്ദേശത്താൽ 56 അവിശ്വസനീയ അനുഗ്രഹ വഴിത്തിരിവായി മാറി. മർച്ചന്റ് നേവിയിൽ ജോലി ചെയ്തിരുന്ന ഞാൻ അമ്മയുടെ മരണശേഷം ലീവ് എടുത്തു. ജോലിയിൽ 5 വർഷത്തെ ഗ്യാപ്പ് വന്നു. വീണ്ടും പല കമ്പനികളിലും ജോലിക്ക് കയറിയെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റാതെ പോന്നു. എനിക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അതിനുശേഷം എനിക്ക് സൗദിയിൽ ജോലി ലഭിച്ചു. 1 വർഷത്തിന് ശേഷം എനിക്ക് തലകറക്കമുണ്ടായി. ഡോക്ടറെ കണ്ടപ്പോൾ ലോ പ്രഷർ ആണെന്ന് പറഞ്ഞു. കമ്പനിയോട് ചികിത്സ ആവശ്യപ്പെട്ടപ്പോൾ നാട്ടിൽ പോയി ചികിത്സിച്ചിട്ട് വരാൻ പറഞ്ഞു. അവരുടെ നിർബന്ധ നിമിത്തം ഞാൻ നാട്ടിലേക്ക് പോന്നു. ചികിത്സ കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് തിരികെ ചെല്ലാൻ നോക്കിയപ്പോൾ അവർ ഒരു മറുപടിയും തന്നില്ല. ഏജൻസിയുമായി കോണ്ടാക്ട് ചെയ്തപ്പോൾ എനിക്ക് 56 വയസ്സായതുകൊണ്ട് കമ്പനിക്ക് എന്നെ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഉടമ്പടി ആരാധനയിൽ പങ്കെടുക്കുന്ന സമയം 56 എന്ന അക്കമുള്ള അതുമായി ബന്ധപ്പെട്ട വ്യക്തികളെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് സന്ദേശം പറഞ്ഞു. എനിക്ക് ഷാർജയിൽ ജോലി ലഭിച്ചു. കോട്ടയം തലയോലപ്പറമ്പിൽ നിന്നുള്ള പരമേശ്വരന്റെ സാക്ഷ്യം. കൃപാസനം പത്രത്തിലൂടെ ഉടമ്പടി മാതാവിനെ അറിഞ്ഞ പരമേശ്വരന്റെ ദൈവാനുഭവ സാക്ഷ്യങ്ങൾ. ഞാൻ കൃപാസനം പത്രത്തിലൂടെയാണ് കൃപാസനത്തെ കുറിച്ച് അറിയുന്നത്. അതിലെ സാക്ഷ്യങ്ങൾ വായിച്ചപ്പോൾ ഒരു സഹോദരി 2-3 ലക്ഷം രൂപ മുടക്കി കിണർ കുത്തിയിട്ട് അതിൽ വെള്ളമില്ലായിരുന്നു. അവർ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് വെഞ്ചരിച്ച ഉപ്പ് ആ കുഴൽ കിണറിലിട്ടപ്പോൾ ഭയങ്കരമായ ഒരു സൗണ്ട് കേൾക്കുകയും അവിടെ നിന്ന് വെള്ളം പൊങ്ങി വന്നതും വായിച്ചു. അതെന്റെ ബുദ്ധിക്ക് നിരക്കാത്ത ഒരു കാര്യമായിരുന്നു. തുടർന്നുള്ള സാക്ഷ്യങ്ങളും വായിച്ചപ്പോൾ എന്റെ വിശ്വാസം വർദ്ധിച്ചു. അങ്ങനെ ഇരിക്കെ എനിക്കൊരു മേജർ അറ്റാക്ക് വന്ന് ICUയിൽ അഡ്മിറ്റായി. ഒരാഴ്ച കഴിഞ്ഞ് യൂറിൻ ബ്ലാഡറിന്റെ സമീപത്ത് ഒരു വേദന അനുഭവപ്പെട്ടു. സ്കാൻ ചെയ്തപ്പോൾ പിത്തസഞ്ചിയിൽ ഒരു മുഴ ഉണ്ടെന്നും 10 ദിവസത്തിനുള്ളിൽ റിമൂവ് ചെയ്യണമെന്നും പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. വീണ്ടും ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്തപ്പോൾ പിത്തസഞ്ചിയിലെ മുഴ അവിടെ കാണുന്നില്ല. ഡോക്ടർ എന്നെ പരിശോധിച്ചിട്ട് സ്കാൻ പേപ്പറും എന്നെയും നോക്കിയിട്ട് ഇത് വൈദ്യശാസ്ത്രത്തിന് ഒരു വെല്ലുവിളിയാണെന്ന് പറഞ്ഞു. എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. പത്തനംതിട്ടയിൽ നിന്നുള്ള ടിനി M. തോമസിന്റെ സാക്ഷ്യം. ജനറൽ കാറ്റഗറിയിൽ ആയിരുന്നിട്ട് കൂടി ഉടമ്പടി വഴി സമയ ചുരുക്കത്തിൽ എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടി. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് ആത്മീയമായി വളരാൻ സാധിച്ചു. ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിനാണ് പഠിച്ചത്. ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിന് പ്രൈവറ്റ് ജോബ് ലഭിക്കില്ല, ഗവൺമെന്റ് ജോബ് മാത്രമേ കിട്ടൂ. ഞാൻ അതിന്റെ എക്സാം എഴുതി. ജനറൽ കാറ്റഗറി ആയതിനാൽ എനിക്ക് ജോലി കിട്ടുമോ എന്ന ഭയമുണ്ടായിരുന്നു. ഉടമ്പടിയിൽ നിയോഗം വെച്ച് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എനിക്ക് 11ാമത്തെ റാങ്ക് കിട്ടുകയും ജോലി ലഭിക്കുകയും ചെയ്തു. കോട്ടയം പൊൻകുന്നത്തു നിന്നുള്ള അമ്പിളി മോഹന്റെ സാക്ഷ്യം. ഉടമ്പടി കാശുരൂപം കയ്യിലേന്തി എപ്പോഴും നടന്നു. 10 രൂപ പോലും എടുക്കാനില്ലാതിരുന്നപ്പോൾ മകളുടെ വിവാഹം മാതാവ് നല്ല രീതിയിൽ നടത്തി തന്നു. എന്റെ മകൻ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് പഠിച്ച് പാസ്സായിരുന്നിട്ടും ഒരു ജോലി എങ്ങും ശരിയാകുന്നില്ലായിരുന്നു. പല അന്യ സംസ്ഥാനങ്ങളിലും പോയെങ്കിലും എല്ലായിടത്തും സാലറി കുറവായിരുന്നു. ഞങ്ങൾ 10 വർഷമായി വാടകയ്ക്കാണ് താമസിക്കുന്നത്.
എന്റെ മകൾക്ക് വിവാഹപ്രായമായി നിൽക്കുന്നു. സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു. മകൻ ഒരു ജോലി കിട്ടുന്നതിന് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അതിനുശേഷം മകന് വിദേശത്തേക്ക് ഒരു ഇന്റർവ്യൂ വരികയും ഉടമ്പടി കാശ് രൂപവും നേർച്ച വസ്തുക്കളുമായി പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പാസ്സായി. വിദേശത്ത് ജോലി ലഭിച്ചു. അതുപോലെ തന്നെ 10 രൂപ പോലും എടുക്കാനില്ലാത്ത സമയത്ത് എന്റെ മകളുടെ വിവാഹം ഭംഗിയായി നടന്നു. 5 സെന്റ് സ്ഥലം വാങ്ങാൻ സാധിച്ചു. വാഗമണിൽ നിന്നുള്ള കുമാരി ജോസഫിന്റെ സാക്ഷ്യം. വീടിനകത്ത് ചോറും കറിയും വെക്കാൻ പറ്റാത്ത വിധം, കിടക്കാനും ഇരിക്കാനും പറ്റാത്ത വിധമുള്ള ഉറുമ്പ് ശല്യം. ഉടമ്പടിയുപ്പിന്റെ വിശ്വാസ പ്രയോഗത്തിലൂടെ സംഭവിച്ചത്. ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര ഉറുമ്പിന്റെ ശല്യമായിരുന്നു. ചോറും കറിയും എടുക്കുമ്പോൾ അതിൽ മുഴുവൻ ഉറുമ്പായിരുന്നു. കിടക്കാൻ നോക്കിയാൽ ദേഹവും മുഖവും മുഴുവൻ കടിക്കുമായിരുന്നു. എത്ര വൃത്തിയാക്കിയാലും ഉറുമ്പുപൊടി ഇട്ടാലും ഉറുമ്പ് മാറില്ലായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. വെഞ്ചരിച്ച ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി വീടും പരിസരവും ഇട്ട് സാക്ഷ്യം പറയാമെന്ന് നേർന്നു. അതിനുശേഷം ഇതുവരെ ഉറുമ്പ് ശല്യം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് പാമ്പിന്റെ ശല്യം ഉണ്ടായിരുന്നു. പിന്നെ ഇതുവരെ പാമ്പിന്റെ ശല്യം ഉണ്ടായിട്ടില്ല. അതുപോലെ ഉടമ്പടി കാശുരൂപം ഇരുന്ന എന്റെ പേഴ്സും നഷ്ടമായി. മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ആ പേഴ്സ് എനിക്ക് തിരിച്ചു കിട്ടി. മൂവാറ്റുപുഴ പെരിങ്ങഴയിൽ നിന്നുള്ള മേരി ജോസിന്റെ സാക്ഷ്യം. വീട് എന്ന സ്വപ്നം ഞാൻ ഉപേക്ഷിച്ചിരുന്നു. കൃപാസനം കാണാൻ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. 2 ആഴ്ചയ്ക്കുള്ളിൽ നടന്ന അത്ഭുതം. എനിക്കൊരു ചെറിയ വീടാണ് ഉണ്ടായിരുന്നത്. പല പ്രാവശ്യം ആ വീടൊന്ന് പുതുക്കി പണിയുന്നതിനോ അല്ലെങ്കിൽ വേറെ വീട് വാങ്ങുന്നതിനോ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ നടത്താൻ സാധിക്കില്ലായിരുന്നു. കാരണം 2 സൈഡിലും റോഡ്. വീടിന്റെ തൊട്ടുപിറകിൽ 220 kV ലൈൻ വലിച്ചിട്ടുള്ള ഇടുക്കി ടവറാണ്. അതിന്റെ ചുവട്ടിൽ ഒരു കാരണവശാലും വീട് വെക്കാനുള്ള അനുമതി കിട്ടുമായിരുന്നില്ല. ഇതിനിടയിൽ എന്റെ 2 പെൺമക്കളെയും കെട്ടിച്ചു വിട്ടു. അതിനുശേഷം ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. പക്ഷെ വീട് വേണമെന്ന് നിയോഗം വെച്ചിരുന്നില്ല. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്റെ ഇളയ മകൾ വിളിച്ചിട്ട് നമുക്ക് വീടൊന്ന് പുതുക്കി പണിതാലോ എന്ന് ചോദിച്ചു. അങ്ങനെ അവളുടെ നിർബന്ധപ്രകാരം വീട് പണി ആരംഭിച്ചു. തടസ്സങ്ങൾ ഉണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം എല്ലാ തടസ്സങ്ങളും മാറി നല്ലൊരു ഭവനം പണിയാൻ സാധിച്ചു. പുന്നയാർകുളത്തു നിന്നുള്ള ധനീഷയുടെ സാക്ഷ്യം. കാലിന്റെ എല്ലിൽ വന്ന സിസ്റ്റ് മൂലം കഠിന വേദന അനുഭവിച്ചു. എല്ല് പൊട്ടിപ്പോകുമെന്ന് പറഞ്ഞു. നേർച്ച വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചപ്പോൾ സംഭവിച്ചത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 7 വർഷമായിട്ടും കുട്ടികളില്ലായിരുന്നു. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഒരു കുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. കൂടാതെ എനിക്ക് കാലിൽ കടുത്ത വേദന വന്ന് ഡോക്ടറെ കണ്ടപ്പോൾ എല്ലിൽ ഒരു സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അത് വളരെ വിഷമകരമായ ഒരു സിറ്റുവേഷനിലേക്ക് പോയപ്പോൾ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് സാക്ഷ്യം പറയാമെന്ന് നേരുകയും വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെയും ഫലമായി യാതൊരു മരുന്നുകളും കൂടാതെ എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. പത്തനംതിട്ട തോന്നിയാമലയിൽ നിന്നുള്ള ഷീബ എബ്രഹാമിന്റെ സാക്ഷ്യം. കളഞ്ഞുപോയ 12 പവൻ സ്വർണം 2 ആഴ്ച നോക്കിയിട്ടും കിട്ടാതിരുന്നപ്പോൾ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ടു. ശേഷമുണ്ടായ മരിയൻ ഇടപെടൽ. ഞങ്ങളുടെ വീട് പുതുക്കി പണിയുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്ന 12 പവനോളം സ്വർണം കാണാതെ പോയി. എന്റെ അമ്മയും മൂത്ത മകളും മാത്രമേ ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഞാനും ഭർത്താവും സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. 3 മാസത്തിന് ശേഷമാണ് ഈ സ്വർണം കാണാനില്ല എന്ന കാര്യം അവർ അറിയുന്നത്. അമ്മയ്ക്ക് ടെൻഷനായി പ്രഷർ കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോഴാണ് എന്റെ സഹോദരി വഴി ഞാൻ സ്വർണം നഷ്ടമായ വിവരം അറിയുന്നത്. ഉടമ്പടിയിലായിരുന്നു ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ചെയ്ത് പ്രാർത്ഥിച്ചു. അതിനുശേഷം പണി നടക്കുന്ന വീടിനടുത്തുള്ള ഞങ്ങളുടെ പഴയ വീട്ടിൽ പോയി നോക്കാൻ എന്റെ അമ്മയ്ക്ക് ശക്തമായ പ്രേരണ തോന്നുകയും സ്വർണം അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്തു. മിസ്സിംഗ് മന്ത്സിലെ പത്രം വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നു.